അഡ്വക്കേറ്റ് ബൽദേവിലേക്ക്. ശ്രീ ബൽദേവ്, ഇവിടെ എന്താണ് വ്യക്തമാകുന്നത്? 29 വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണോ അൻവർ പറഞ്ഞു വെക്കുന്നത്? ഈ ആക്ഷേപം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ കാൽച്ചുവട്ടിലല്ലേ? അൻവർ വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ഹോം ഡിപ്പാർട്ട്മെന്റും അതിന്റെ അഡീഷണൽ DGPക്കും അത് കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായ P ശശിക്കെതിരെയാണ്. തീർച്ചയായിട്ടും അത് ഹോം ഡിപ്പാർട്ട്മെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് ഗൗരവത്തോട് കൊടുക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ ആരോപണങ്ങളാണ്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തുന്നു, SP ഓഫീസിൽ നിന്ന് ചന്ദനത്തടി മറ്റു തടികൾ മുറിച്ചുകൊണ്ട് പോകുന്നു, ഇവർ ചേർന്ന് ഒരു യൂട്യൂബറെ രക്ഷപ്പെടുത്താനായിട്ട് കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ചു. ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും ഗുരുതരമായി ഞാൻ കണ്ട ഒരു ആരോപണം, ഒരു വ്യക്തിയെ 1 വർഷമായിട്ട് കോഴിക്കോട് നിന്ന് കാണാനില്ല. ആ കുട്ടിയുടെ സഹോദരിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊന്നു, ഈ കുട്ടിയെ കുറിച്ച് കാണാനില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് PV അൻവറോട് പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ 29 അല്ല 32 വകുപ്പുകളാണ്. വകുപ്പുകൾ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട ആരോപണങ്ങളാണിത്. കാരണം ഇത് പ്രതിപക്ഷ MLA അല്ല, ഞങ്ങളുടെ മുന്നണിയിൽ തന്നെ ഉള്ള ഒരു MLA ആണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ഗൗരവത്തോടെ കാണുമെന്ന് മാത്രമല്ല, ഇത് ശക്തമായിട്ട് അന്വേഷിക്കുകയും കൂടി വേണം. ഇതിനകത്ത് അത് ഗൗരവത്തോടു കൂടി കണ്ടാൽ മാത്രം മതിയോ? അതൊരു ഉദ്യോഗസ്ഥന് നേരെയല്ല, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയാണ്. അവിടെ P ശശി പരാജയപ്പെട്ടു എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് P ശശി. മുഖ്യമന്ത്രി 29 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് 4 ചായക്കട നടത്താൻ കഴിവില്ലാത്ത ആൾക്ക് തുല്യനാണ് എന്നല്ലേ അൻവർ പറഞ്ഞു വെക്കുന്നത്? അല്ല, അങ്ങനെ അൻവർ പറഞ്ഞില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വന്നു നിൽക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ്. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി എല്ലാം അതിനകത്ത് വിടും. പക്ഷെ ഇതിനകത്തൊരു കാര്യം, ഇതിനകത്ത് പറയുന്ന അഡീഷണൽ DGP MR രവികുമാറിനെ കുറിച്ച് നേരത്തെ തന്നെ പല ആരോപണങ്ങളും അലിഗേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അഡീഷണൽ DGP ആയിട്ട് അദ്ദേഹം ലാൻഡ് ഓർഡറിന്റെ 2ാം സ്ഥാനത്തിരിക്കുന്ന ആളാണ് അഡീഷണൽ DGP. ആ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അതായത് ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഉന്നയിക്കുന്ന വ്യക്തിയെ ജനങ്ങൾ സംശയിക്കരുത്. ടീച്ചർ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്നത് പോലെ, ഞങ്ങളുടെ മുന്നണിയിലെ MLA തന്നെയാണെങ്കിലും ഈ ഇടതുപക്ഷ മുന്നണിയിലെ MLA-മാരിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിരിക്കുന്നതും ഇതേ അൻവർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരുള്ള തീം പാർക്കായാലും എക്സസ് ലാൻഡ് അദ്ദേഹം പ്രൊസസ് ചെയ്തതിന് താലൂക്ക് ലാൻഡ് ബോർഡ് തന്നെ കണ്ടുപിടിക്കുകയും കോടതി വരെ അദ്ദേഹത്തിനെതിരെ പറയുകയും അങ്ങനെ നിരവധി ആരോപണങ്ങളും വന്നു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ PV അൻവർ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് കണക്കുകൂട്ടുമ്പോൾ ആരോപണങ്ങൾ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ എന്താണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഇന്ന് വ്യക്തമായിട്ടില്ല. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സുപ്രീം കോടതി വരെ പോകും എന്നാണ്. മനോരമയിൽ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ച ഞാൻ പങ്കെടുത്തതാണ്. സുപ്രീം കോടതി വരെ ഇതുമായിട്ട് പോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തോ ഒരു ഒളിയമ്പ് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. എന്റെ കൈകളിൽ ചെറിയ രേഖകളുണ്ട്. ആ രേഖകളുമായിട്ട് വരട്ടെ, തീർച്ചയായിട്ടും അന്വേഷിക്കണം. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ എൻ